സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ LGS പരീക്ഷയുടെ ആൻസർ കീ ആണ് നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷക ഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2, 4 എന്നിവ ശരിയാണ്. പ്രസ്താവന 2, 4 എന്നിവ. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്? ഓപ്ഷൻ സി നിലമ്പൂർ. ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എംപോക്സ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ആസാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് കാർസാപ്പ്. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? പ്ലാസ്മോഡെസ്മേറ്റ. അടുത്ത ചോദ്യം, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത്? നെക്ലേറിയ ഫൗലേറി ആണ്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറം. 2023 രസതന്ത്ര നോബൽ സമ്മാനം 3 പേർക്കാണ് ലഭിച്ചത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് EEG. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപമാണ് രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഉത്തരം വരുന്നത് ഏതാണ്? ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ് എന്നത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. രചയിതാക്കളും കൃതികളുമാണ് തന്നിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. വരാഹമിഹിരൻ, ലഘു ജാതകം, കാളിദാസൻ, വിക്രമോർവശീയം, വിശാഖദത്തൻ, മുദ്രാരാക്ഷസം, ശൂദ്രകൻ. ഓപ്ഷൻ സി ആണ് മൃച്ഛകടികം. അടുത്ത ചോദ്യം, കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം PSLV C-57 ആണ്. സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഗസ്റ്റ് കോംതെയാണ്. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്. തെക്കേ അമേരിക്ക.
മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിനത്തിന്റെ സന്ദേശം. ലോക മണ്ണ് ദിനത്തിന്റെ സന്ദേശമാണ്. ദേശീയ വന നയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1988. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? IUCN ആണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് ഓപ്ഷൻ സി ആണ്, സിഗ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുക്കുന്നവയിൽ കറിയുപ്പിന്റെ രാസനാമം ഓപ്ഷൻ ബി ആണ്, സോഡിയം ക്ലോറൈഡ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോൾ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹീരാക്കുഡ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് അതുമായിട്ട് മാച്ച് അടുത്ത് വരുന്നത് കൊടുക്കാം. ഓപ്ഷൻ സി ആണ് ഉത്തരം, 235 കിലോമീറ്റർ. 34. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉമാണ്. 1, 3. അടുത്ത ചോദ്യം, സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ് സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 3 മാത്രം. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം പോർച്ചുഗലാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിനാണ്. ക്ലോഡിയ ഗോൾഡിൻ. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന. ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസ്ലുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2 എന്നിവ. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ എ ആണ്. കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നാളികേരം. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30%. കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആണ്, വയനാട്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായലാണ് ശാസ്താംകോട്ട. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി. റീഡ് തവളകൾ, കക്കയമാണ്, ചാമ്പൽ മലയണ്ണാൻ, ചിന്നാർ, സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി, വരയാട്,
ഇരവികുളം. അടുത്ത ചോദ്യം, 53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ്. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ടയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 2018. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആരാണ്? സുമതി. ചെമ്മണ്ണിന് ചുവപ്പു നിറം നൽകുന്നത് ഇരുമ്പാണ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. പാമ്പാടും ചൊലയ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 2003. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സഫേദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഓപ്ഷൻ ബി ആണ് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? സ്ഥിരതയോടുകൂടിയ വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം, ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 3ഉമാണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. ഉത്തരം ഓപ്ഷൻ സി ആണ് 1, 2, 3 എന്നിവ. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപീകരിക്കണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഉത്തരം ഓപ്ഷൻ ബി ആണ് 2, 4 എന്നിവ. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരിയാണ് ദിവ്യ ദേശ്മുഖ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24 ആണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 ശരി. സുപ്രീം കോടതി, ഹൈക്കോടതി. രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഡോക്ടർ അയ്യത്തൻ ഗോപാലൻ. 1821 രാമൻ അമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല? ശബരി ആശ്രമം പാലക്കാട്.
EV രാമസ്വാമി നായ്ക്കറുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് കോലത്ത് നാട്. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? വില്യം ബെന്റിക് പ്രഭു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താത്യ തോപ്പിയും. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. പ്രസ്താവനകളിൽ ശരി ഓപ്ഷൻ ബി ആണ്, ഒന്ന് മാത്രം. ദാദാബായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടനയാണ് അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉമാണ്. മിറാത്ത് ഉൽ അക്ബർ, സംവാദ്, കൗമുദി എന്നിവ. ഇനി വരുന്ന 20 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. 82ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭാര്യ. 83ാമത്തെ ചോദ്യം 83 ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 84ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് 84 ഓപ്ഷൻ എ ആണ്. 85 ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി. 86ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 47. 87ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 88 ഉത്തരം ഓപ്ഷൻ എ 3. 89ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 23. 90ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി. അടുത്തത് 91 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 92ാമത്തെ ചോദ്യമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 27. 93ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 8000. 94ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 48. 95ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ. 96 ഓപ്ഷൻ എ ആണ് ഉത്തരം, 873. 97ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്, 8. 98ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻസിലില്ല. 99ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 17/5. അവസാനത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി 1.221. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുമ്പോൾ ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.